നമസ്തേ ടു ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. വളരെ രുചികരമായ വളരെ വ്യത്യസ്ത രീതിയിൽ നമുക്കിന്ന് മഷ്റൂം കറി ഒന്ന് തയ്യാറാക്കാം. ഈ ഒരു കറി നമുക്ക് എന്തിൻ്റെ ഒപ്പം വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ സൂപ്പർ ടൂപ്പർ ഒരു കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മഷ്റൂം കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായിലോട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ബോയിൽ വരുന്ന സമയം കൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്ത മഷ്റൂംസ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിൽ മഷ്റൂം ചേർത്തതിന് ശേഷം നല്ലൊരു ബോയിൽ വരുന്ന സമയം കൊണ്ട് ഒരു 2 to 3 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു സ്ട്രെയിനർ വെച്ച് ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് നമുക്ക് വേറെ പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മസാലക്കൂട്ട് റെഡിയാക്കാം. അതിനായിട്ട് ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് പഴുത്ത 3 മീഡിയം സൈസ് തക്കാളിക്ക് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. 2 പച്ചമുളക്, എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തിടും. കുഞ്ഞ് ബേ ലീവ്സും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒരു കുഞ്ഞ് പട്ടായം കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ഏലക്കായം കൂടെ ആഡ് ചെയ്യാം. വലിയ ഒരു ഏലക്കായ ഉണ്ടെങ്കിൽ ഞാൻ 1 ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു 3-4 ഗ്രാമ്പുവും കൂടെ ആഡ് ചെയ്യാം. ഗ്രാമ്പു ആഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു 10-15 നമ്മുടെ കാഷ്യൂ നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം. ഇത് നോക്കിക്കോളൂ, നല്ല ഫൈൻ പേസ്റ്റ് ആക്കി നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രേവി ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു 2 to 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു 2 മീഡിയം സൈസ് സവോള തീരെ നൈസായിട്ട് ഞാൻ ഞുറുക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവോള നന്നായിട്ട് വഴണ്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ജീരക പൊടി ആഡ് ചെയ്യാം. അതിനുശേഷം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഇനി നമ്മുടെ എരിവിൻ്റെ താല്പര്യം അനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തു. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഈ മസാലകളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രേവിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഗ്രേവി, അതായത് നമ്മുടെ ആ ഒരു തക്കാളിക്കയുടെ പേസ്റ്റ് നന്നായിട്ട് വെന്തതിന് ശേഷം ഓയിലെല്ലാം റിലീസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് നമ്മുടെ കസ്തൂരി മേത്തി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കസ്തൂരി മേത്തി ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു സൂപ്പർ ഫ്ലേവറും ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കറിക്ക്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എരിവും പുളിയും എല്ലാം നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 2-3 മിനിറ്റ് വേവിച്ച് വെച്ചിരിക്കുന്ന മഷ്റൂംസും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മസാലകളെല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 to 3 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കായതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടെല്ലാം ഒന്ന് യോജിച്ച് വരുന്നത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 to 3 മിനിറ്റ് നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 to 3 മിനിറ്റിന് ശേഷം നോക്കിക്കോളൂ, ഓയിലെല്ലാം റിലീസായിട്ട് നമ്മുടെ മഷ്റൂംസ് എല്ലാം ഗ്രേവി ആയിട്ട് നന്നായിട്ട് യോജിച്ച് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 ടീസ്പൂണ് നമ്മുടെ ഫ്രഷ് ക്രീമും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ കാഷ്യൂ നട്ട് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു മഷ്റൂം കറി ഇവിടെ റെഡിയാണ്. സർവിങ് പ്ലേറ്റിലോട്ട് നമുക്ക് സെർവ് ചെയ്ത് വളരെ രുചികരമായ ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെ ഒപ്പം ചപ്പാത്തി, പൂരി എന്തിൻ്റെ ഒപ്പം വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. ഈ ഒരു കറി മതി നമുക്ക് ധാരാളം ചോറ് കഴിക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തതിന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ എടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നത് വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.